കേരള ബ്ലാസ്റ്റേഴ്സ് വേഴ്സസ് ഒഡീഷ എഫ് സി. കേരളയുടെ ഫോർത്ത് മാച്ച്, കേരളയുടെ സെക്കൻഡ് എവേ മാച്ച്. ആൻഡ് ഒഡീഷയെപ്പറ്റി പറയുകയാണെങ്കിൽ അവർ കഴിഞ്ഞ മത്സരം വിജയിച്ചു കൊണ്ടുവരുന്നൊരു ടീമാണ് എഗെയിൻസ്റ്റ് ജംഷഡ്പൂർ എഫ് സി. നമ്മളാണെങ്കിൽ നോർത്ത് ഈസ്റ്റിനെതിരെ ഒരു 1-1 ഡ്രോ. സോ നമുക്ക് മറ്റന്നാൾ കണ്ടു തന്നെ അറിയണം. 3-ാം തീയതിയാണ് കളി. കേരള ബ്ലാസ്റ്റേഴ്സ് വേഴ്സസ് ഒഡീഷ എഫ് സി. ഒഡീഷയെപ്പറ്റി പറയുകയാണെങ്കിൽ നമുക്കെല്ലാവർക്കും അറിയാം, സെർജിയോ ലൊബേറോ. അദ്ദേഹത്തിൻ്റെ കുറച്ച് പ്ലെയേഴ്സ് ഉണ്ട്. പണ്ട് ടീം ഗോവയിലും മുംബൈയിലും അദ്ദേഹത്തിൻ്റെ ഒപ്പം കളിച്ച അതേ പ്ലെയേഴ്സ് തന്നെയാണ് ഒഡീഷയിലും ഉള്ളത്. മർത്താദ ഫോൾ, അഹമ്മദ് ജാഹു, ഹ്യൂക്കോ ബോമാസ്, അമൈ റൺവാൾഡെ. നമുക്ക് കണ്ടു തന്നെ അറിയാം എന്താകും എന്ന്. എൻ്റെ ഒരു ഒപ്പീനിയനിൽ ഇതൊരു ടൈറ്റ് മാച്ച് ആവാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ ലൂണ തിരിച്ച് വരുന്നതോടുകൂടി ആ മിഡ്ഫീൽഡിലെ ക്രിയേറ്റിവിറ്റി പ്രോബ്ലം സോൾവ് ആവുമെന്നത് നമുക്ക് പ്രതീക്ഷിക്കാം. ആൻഡ് നോവ സദോയി ഒറ്റയ്ക്ക് കെയറി ചെയ്യുന്ന പോലെയാണ് ഇപ്പം എനിക്ക് തോന്നുന്നത് പേഴ്സണലി. ആരും ഗോളടിക്കണ്ടെങ്കിൽ ഞാൻ അടിച്ചോളാം എന്ന് പറയുന്നത് പോലെ നോവ സദോയി ഒറ്റയ്ക്ക് കെയറി ചെയ്ത് ഗോളടിക്കുന്നൊരു സീനാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ആൻഡ് ഈ ഒരു മത്സരത്തിലേക്ക് വരുമ്പോൾ നമ്മൾ കുറച്ചും കൂടി ടീമായിട്ട് കളിക്കണം. ഇപ്പം നമ്മൾ കാണുന്നത് ഒരു ഇൻഡിവിജ്വൽ പെർഫോമൻസ് ആണ് കാണുന്നത്. ഒരു ടീമായി കളിച്ചാലേ ഒരു വിജയം സാധ്യമാവും. ഒരു സക്സസ്ഫുൾ സീസൺ ഉണ്ടാവണമെങ്കിൽ നമ്മളൊരു ടീമായി കളിക്കണം. എല്ലാവരും ഒരുപോലെ കളിച്ചാലേ അത് വർക്കാവും. ആൻഡ് പ്രീതം കൊട്ടാൽ നല്ലൊരു പെർഫോമൻസ് തന്നെയാണ് കാഴ്ചവെക്കുന്നത്. കഴിഞ്ഞ 2-3 സീസൺ തുടങ്ങിയത് തൊട്ട് ഇതുവരെ നല്ലോണം തന്നെ പ്രീതം കൊട്ടാൽ പെർഫോം ചെയ്യുന്നുണ്ട്. ഹോപ്പ് ഈ ഒരു മത്സരം വിജയിക്കാൻ സാധിക്കുമെന്നാണ് എൻ്റെ പ്രതീക്ഷ. ഫസ്റ്റ് എവേ വിൻ. ആൻഡ് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഐ ആം റിക്വസ്റ്റിംഗ് ഗൈസ്, പ്ലീസ് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്.